പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ സഹപാഠികളായ 3 വിദ്യാർത്ഥിനികൾ പോലീസ് കസ്റ്റഡിയിൽ. ഇവർക്കെതിരെ അമ്മു സജീവന്റെ കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെത്തിച്ച മൂവരുടെയും അറസ്റ്റ് നാളെ രേഖപ്പെടുത്തും. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. മരണത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധങ്ങൾ ശക്തമാക്കിയിരിക്കുകയായിരുന്നു. ഇതിനൊടുവിലാണ് പോലീസ് കൂടുതൽ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അമ്മു സജീവന്റെ മരണത്തിൽ കുടുംബം ആരോപണം ഉന്നയിച്ച 3 സഹപാഠികളെയാണ് പത്തനംതിട്ട പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇവരുടെ നിരന്തരമായ മാനസിക പീഡനം മൂലമാണ് അമ്മു ജീവനൊടുക്കിയതെന്നായിരുന്നു കുടുംബം മൊഴി നൽകിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പത്തനാപുരം സ്വദേശിയായ ഒരു വിദ്യാർത്ഥിനി, ചങ്ങനാശ്ശേരി സ്വദേശിനിയായ മറ്റൊരു വിദ്യാർത്ഥിനി, കോട്ടയം അയർക്കുന്നം സ്വദേശിനി എന്നിവരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവരെ ഇപ്പോൾ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യും. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അമ്മുവും ഈ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്ന 3 സഹപാഠികളും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. പിന്നീട് ഇവർക്കിടയിലെ ചെറിയ തർക്കങ്ങൾ രൂക്ഷമായ ഭിന്നതയിലേക്ക് നീങ്ങുകയും പിന്നീട് തർക്കങ്ങളും വഴക്കുകളും നിരന്തരം ഉണ്ടാവുകയുമായിരുന്നു. അമ്മുവിനെ ടൂർ കോർഡിനേറ്റർ ആക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ 3 അംഗ സംഘം തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ പേരിൽ അമ്മുവിന് മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായി എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഒപ്പം തന്നെ കുടുംബവും ഈ കാര്യം തന്നെയാണ് മൊഴി നൽകിയിരിക്കുന്നത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് ആദ്യം FIR രജിസ്റ്റർ എടുത്ത് കേസ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് കുടുംബത്തിന്റെ മൊഴി ഈ രീതിയിൽ സഹപാഠികൾക്കെതിരെ വരികയും ഇവരെ 3 പേരെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇവരെ 3 പേരെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി FIR-ൽ മാറ്റമുണ്ടാകും. നാളെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. കോടതിയിൽ ഹാജരാക്കുന്ന അടക്കമുള്ള നടപടികൾ നാളെ ഉണ്ടാകും. നേരത്തെ അമ്മുവിന്റെ പിതാവ് നൽകിയ പരാതിയിൽ കോളേജിൽ നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിന്റെ കണ്ടെത്തലുകളും ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്താൻ അടിസ്ഥാനമായിട്ട് പോലീസ് കണ്ടെത്തിയിരുന്നു. ദേവിക.